ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 94 റിവ്യൂ ആണ്. പുറത്തുള്ള മറ്റേ ഫാനോളികളുടെ അവരാധം പറച്ചിലുകൾക്ക് ഒരു അറുതി വരാൻ വേണ്ടി 4 ദിവസം കൂടെ കാത്തു നിൽക്കണം. 4 ദിവസം കഴിയുമ്പോൾ ഗ്രാൻഡ് ഫിനാലെയാണ്. ആർക്കെങ്കിലും ഒരാൾക്ക് കപ്പ് കൊടുക്കും, പരിപാടി അവസാനിപ്പിക്കും. പിന്നീട് അൾട്ടിമേറ്റ് വരുന്നുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് വരട്ടെ. ഒരു അൾട്ടിമേറ്റ് ഒക്കെ വരാതെ ഇനി ഒരു സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത്ര അധികം ഒരു താല്പര്യം ഉണ്ടാവില്ല. കാരണം സീസൺ 6 അത്യാവശ്യം വെറുപ്പിച്ചായിരുന്നല്ലോ. ഈ അവസാന ദിനങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഹൗസിനകത്ത് ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ വലിയ കാര്യമായിട്ടുള്ള സംഗതിയൊന്നുമില്ല. അവർ വളരെ മനസമാധാനത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹ സംഭാഷണങ്ങളൊക്കെ നടത്തി സ്വൈര്യമായിട്ട് പോവുകയാണ്. അങ്ങനെ പോട്ടെ. ഇനിയിപ്പോൾ അവിടെ അലമ്പ് കാണണമെന്നൊക്കെ പറയുന്നത് മനുഷ്യത്വരഹിതമായിട്ടുള്ള ആഗ്രഹങ്ങളാണ്. പുറത്തുള്ള ഗെയിമൊക്കെയാണ് സഹിക്കാൻ വയ്യാത്ത. എന്തൊക്കെ ഊഹാപോഹങ്ങളും അടിച്ചു വിടലൊക്കെയാണ് ആളുകൾ വിട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ വീഡിയോസിന്റെ തമ്പനയിൽ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് അങ്ങോട്ട് തൃപ്തിയാവും. ഈ ഏറ്റവും കൂടുതൽ വൃത്തികേടുകൾ പറഞ്ഞു വരുത്തുന്ന ഫാൻസ് ഉള്ള ആൾക്കാണോ കപ്പ് കൊടുക്കണത് എനിക്കറിയില്ല. കാരണം അതിനുള്ള മത്സരമാണ് നടക്കുന്നത്. ഇന്ന് അർജുനുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കഥ ഇങ്ങനെ ആൾക്കാർ അടിച്ചു വിടുന്നത് ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ചിട്ട് പറയുന്നൊന്നുമില്ല. അതൊക്കെ എന്ത് തരത്തിലുള്ള ഭാവനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞാണെന്നുള്ളത് എനിക്കറിയില്ല. അർജുൻ ജാൻമണി തമ്മിൽ പരിചയമുണ്ട്. അത് ഹൗസിലേക്ക് വന്ന സമയത്ത് തന്നെ പറഞ്ഞാണല്ലോ. അപ്പോൾ അവർക്കിടയിൽ പ്രത്യേകിച്ച് എന്തോ കഥകളൊക്കെ ഉണ്ടാക്കി അവരങ്ങോട്ടും ഇങ്ങോട്ടും മൈൻഡ് ചെയ്യാത്തത് വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൊണ്ടാണ് എന്ന് ഇങ്ങനെ എഴുതി അങ്ങോട്ട് പിടിപ്പിക്കുകയാണ്. ഇതൊക്കെ എന്ത് തരം മനസ്ഥിതിയാണ്? ഇതൊക്കെ ഗെയിമിനെ സഹായിക്കുമോ? ജിൻഡോ, അഭിഷേക് ഫാൻസൊക്കെ നിങ്ങളാണെന്ന് പറയുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അർജുനെ നിങ്ങൾ ഡിഗ്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ജാസ്മിൻ്റെ തട്ട് പൊങ്ങി നിൽക്കും, ജാസ്മിന് വോട്ട് കിട്ടും. അപ്പം ജാസ്മിനെ അർജുനെ കൂടെ ഒരേ രീതിയിൽ ഡിഫൈൻ ചെയ്തെങ്കിൽ മാത്രമേ ജിൻഡോയ്ക്ക് മൊത്തം കപ്പും അങ്ങോട്ട് കൊണ്ടേ കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഇനിയിപ്പം ജാസ്മിൻ ഫാൻസിനോട് പിന്നെ പറയേണ്ട കാര്യമില്ല. കാരണം അവർക്ക് ഡിഫെൻഡ് ചെയ്യാനായിട്ട് മാത്രമേ സമയമുള്ളൂ. കാരണം അവർക്കെതിരെയാണ് ഏറ്റവും കൂടുതൽ അറ്റാക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു തരത്തിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ബലിപ്പിക്കാനുള്ള സമയം കിട്ടുന്നില്ല. കാരണം ജാസ്മിൻ അവിടെ ഇങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാനിപ്പുലേഷൻസും ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഫാൻസിൻ്റെ പരിപാടി. പിന്നെ അർജുൻ ഫാൻസ് എന്ന് പറയുന്ന ആൾക്കാർ അവരിപ്പോൾ എന്തുവാ ചെയ്യുന്നത്? കാരണം അവർക്ക് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. അർജുൻ്റെ കുറച്ച് നല്ല സ്വഭാവങ്ങളുണ്ട്. അപ്പോൾ അത് അഭിനയമാണെന്ന് ആൾക്കാർ പറയും. അപ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ അവരുടെ പരിപാടിയുള്ളൂ. ജിൻഡോ ഫാൻസിനാണ് ഏറ്റവും കൂടുതൽ പണി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ അഭിഷേകിനെ ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ കുത്തിക്കയറ്റാനായിട്ട് ശ്രമിക്കുന്ന മറ്റേ ഇൻസ്റ്റാ പിള്ളേരൊക്കെ ഉണ്ട്. അവന്മാരുടെ ഐഡി കാണുന്ന സമയത്ത് തന്നെ നമുക്കറിയാം അവന്മാരാരാണെന്ന്. അവന്മാർ മറ്റേ ബ്രൂസ്, ബ്രോണി, ബ്രാപ്പി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഐഡികളൊക്കെ ആയിട്ടാണ് വരുന്നത്. അവന്മാരൊരു പ്രത്യേക കൂട്ടം ആൾക്കാരാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അവന്മാരെ. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അവന്മാരെ കാണാൻ പറ്റും. ഈ LGBTQ അങ്ങനെയൊക്കെയുള്ള കാര്യമൊക്കെ പറയുന്നതിൻ്റെ താഴെ ഇവന്മാരുടെ ഐഡികൾ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. ഈ കൂട്ടരെ കുറിച്ചിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ഉണ്ട്. ഇവർ ശരിക്കും പറഞ്ഞാൽ ഇൻസലുകളുടെ കൂട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരുന്നത്. ഇൻസലുകൾ ആരാണെന്നറിയോ? അവർക്ക് ആരെ ഇഷ്ടമില്ല. മറ്റേ പെണ്ണിനെ ഇഷ്ടമില്ല, വേറെ ഒരു ജെൻഡറിനെ ഇഷ്ടമില്ല. അവർക്ക് അവരോട് ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും വലിയ കാര്യമായിട്ടില്ല. അവരോട് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി വെച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കുമല്ലോ, അതുമില്ല. അവസാനം ഇങ്ങനെ മൊത്തത്തിലൊരു ഹെയ്റ്റുമായിട്ട് നടന്ന് ഡോക്യുമെൻ്ററി ഒക്കെ ഉണ്ട് ഇൻസലുകളെ കുറിച്ചിട്ട്. മൊത്തത്തിലൊരു ഹെയ്റ്റുമായിട്ടൊക്കെ നടന്ന് എവിടെയെങ്കിലുമൊക്കെ ലൈവ് ഓണാക്കിയിട്ട് വിഷമടിച്ച് ആവും. ഇതാണ് ഇവരുടെ പരിപാടി. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഇന്നലെയൊക്കെ കുറേ ആൾക്കാർ പോസ്റ്റ് അയച്ചു തരുന്ന സമയത്ത് ഇത് ആരാണെന്ന് ചോദിക്കും. ഇത് മറ്റേ പിള്ളേരാണ്. ഇവന്മാർക്ക് വലിയ പ്രായമൊന്നുമില്ല. ഒരു പ്രായത്തിൽ ഇപ്പം നമ്മുടെ അഭിഷേകിനൊക്കെ കിട്ടിയതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ മനുഷ്യന്മാരുമായിട്ട് ഇടപെടാനായിട്ടുള്ള സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ നന്നാവണ കേസുകളാണ്. പക്ഷെ അതിനുള്ള സാഹചര്യം എല്ലാവർക്കും കിട്ടുമോ? ഇവന്മാർ പിന്നെ ഇൻസ്റ്റഗ്രാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇവന്മാരില്ല. കാരണം വേറെ സോഷ്യൽ മീഡിയ പരിപാടിയിലൊന്നും ഇവന്മാർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. മറ്റേ പോസ്റ്റുകളൊന്നും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ വൈറലാവില്ല, ഫേസ്ബുക്കിൽ വൈറലാവില്ല, ഇൻസ്റ്റഗ്രാമിൽ മാത്രമുള്ളൂ. അപ്പോൾ ഇൻസ്റ്റഗ്രാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇവന്മാരുടെ ശല്യമില്ല. അപ്പോൾ അതങ്ങനെ ഒരു കൂട്ടം ആൾക്കാർ. ഇങ്ങനെയുള്ള കുറേയധികം അലമ്പുകൾക്കിടയിൽ കൂടെയാണ് ഇപ്പോൾ ഈ ഗെയിം മുന്നോട്ടേക്ക് പോകുന്നത്. ഈ പുറത്തെ ഗെയിമാണ് പ്രധാനപ്പെട്ടതായിട്ട് ഉള്ളത്. ഇനി ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് പോകുമ്പോൾ എപ്പിസോഡിൽ ആദ്യം നമ്മൾ കണ്ടത് യമുനയും ഋഷിയും കൂടെ ജിൻഡോയുടെ ഒരു ഗെയിമിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. ജിൻഡോയുടെ ഒരു ഗെയിമിൽ നമ്മളെല്ലാവരും കണ്ട ഒരു മാറ്റമുണ്ട്, ഒരു പ്രത്യേകതരം മാറ്റം. നന്മ മരവാകാൻ വേണ്ടിയുള്ള ഗെയിമാണോ എന്നുള്ളത് പല ആൾക്കാരും വിചാരിച്ചു. ഞാൻ വിചാരിച്ചു മറ്റേ കാണാപ്പാടം പഠിച്ചിട്ട് വന്ന ഗെയിമാണല്ലോ, അവസാന ആഴ്ചകളിൽ കളിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് ആവും, അതുകൊണ്ട് നേരത്തെ നിർത്തിയതാണ്. ഇത് എല്ലാ ആളുകൾക്കും തോന്നുന്നുണ്ട്. അതിൽ ഋഷി പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ആയത്. ഓരോ ആഴ്ചകളിലും അനിവാര്യമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ജിൻഡോയ്ക്ക് പറ്റുന്നുണ്ട്. അത് ശരിയാണ്. ഈ ആഴ്ച എന്താണോ വേണ്ടത് അത് ഈ ആഴ്ച കൊണ്ടുവന്നു. ഇന്ന് ജാസ്മിനായിട്ടൊക്കെ ഇരുന്ന് സംസാരിക്കുന്നത് കേട്ടില്ലേ? ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തില്ലേ? കഴിഞ്ഞ ആഴ്ച അങ്ങനെയല്ല. കഴിഞ്ഞ ആഴ്ച വേറെ ഒരു മോഡാണ്. ഇത്രത്തോളം മാറ്റിയിട്ടില്ല. കാരണം ഇത്രത്തോളം മാറ്റാൻ പറ്റത്തില്ല. കഴിഞ്ഞ ആഴ്ച ഗെയിമുണ്ട്. ജിൻഡോ ഗെയിമിൽ മാത്രം ഫോക്കസ്ഡ് ആയിട്ട് നിന്ന് ആ ഒരു ഗെയിമിനെ കുറിച്ചിട്ട് അത്രയധികം അഗാധമായിട്ട് പഠിച്ചിട്ട് വന്നൊരു വ്യക്തിയാണ്. അയാളുടേതും ഒരു ഗെയിമാണ്. അയാളുടേത് കുറച്ചിങ്ങനെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു പരിശ്രമമാണ്.
അതിൻ്റെ രീതികൾ ചില ആളുകൾക്ക് ബോറടിക്കും എന്നുണ്ടെങ്കിലും ഒരു ഗെയിമറായിട്ട് നിങ്ങൾ ഒരാളെ നോക്കി കാണുകയാണെന്നുണ്ടെങ്കിൽ ജിൻഡോയും കാര്യമായിട്ട് തന്നെ നോക്കി അനലൈസ് ചെയ്തിട്ട് വോട്ട് കൊടുക്കേണ്ട ഒരു വ്യക്തി തന്നെയാണ്. പിന്നീട് യമുനയും ജാൻമണിയും ഒക്കെ ചേർന്നിട്ട് ജാസ്മിനെ ഉപദേശിക്കുന്ന രംഗങ്ങളാണ് നമ്മൾ കണ്ടത്. ജാസ്മിന് കൊടുക്കുന്ന ഉപദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാസ്മിൻ നീ മിടുക്കിയാണ്, നീ ഭയങ്കര വലിയ സംഭവമാണ്, അതുകൊണ്ട് നീ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കേസുകളിലൊന്നും ഇടപെടാതെ നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിച്ച് വീട്ടിൽ പോയി എവിടെയെങ്കിലും ഇരിക്കണം. ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, മനുഷ്യന്മാരല്ലേ, മിടിക്കുകയാണെന്ന് വെച്ചിട്ട് ഇമോഷൻസ് ഇല്ലാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ ജാസ്മിൻ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആണ്. ക്ലാരിറ്റി ഇല്ലാത്ത ആൾക്കാരുണ്ടാവും, ക്ലാരിറ്റി ഇല്ലാത്ത ആളുകൾക്ക് ഇനി വോട്ട് കൊടുക്കാനായിട്ട് വേറെ ആൾക്കാരുണ്ട്, അപ്പോൾ അവർ വോട്ട് കൊടുത്തോളുക. എനിക്ക് ജാസ്മിൻ പറഞ്ഞ കാര്യത്തിനകത്ത് ക്ലാരിറ്റി ഉണ്ട്. കാരണം ജാസ്മിൻ പറയുന്നത് അവരുടെ ഒരു വീക്ക്നെസ് ആണ്. അവർ അത്രയധികം ഇമോഷണലി അറ്റാച്ച്ഡ് ആണ് ഗബ്രിയൊക്കെ ആയിട്ട്. ജാസ്മിൻ ഇവിടെ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, മാറി നടക്കാൻ വയ്യ, ഗെയിമാണെന്നുണ്ടെങ്കിൽ മാറി നടക്കായിരുന്നു എന്നൊക്കെ ജിൻഡോയോടും പറയുകയുണ്ടായി. ആൾക്കാർ പുറത്ത് പരിഹസിക്കുന്നുണ്ടാവും, പുച്ഛിക്കുന്നുണ്ടാവും, ഷോ ആണെന്ന് പറയുന്നുണ്ടാവും, മറ്റേ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കരയുന്ന പരിപാടി ഷോ ആണെന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ടാവും. അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവിടെയൊക്കെ ഗബ്രിയോടുള്ള വളരെ കടുത്ത ഒരു സ്നേഹം തന്നെയാണ് ജാസ്മിൻ പ്രകടിപ്പിക്കുന്നത്. ഗബ്രിയോടുള്ള സ്നേഹം എങ്ങനെയാണ് പറഞ്ഞ് പ്രകടിപ്പിക്കേണ്ടത് എന്നുള്ളതൊന്നും ജാസ്മിൻ അറിയില്ല. പക്ഷെ അതിനെക്കുറിച്ചിട്ട് കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ട്. പുറത്ത് ചെന്നിട്ട് എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ കറക്റ്റായിട്ട് ഐഡിയ ഉണ്ട്. നമ്മളിപ്പോൾ ലൈവിൽ ഫുള്ള് കാണുന്നില്ലല്ലോ. അപ്പം അവരുടെ ആ ഒരു സംസാരത്തിൽ അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ വളരെ നോർമലാണ്. ഗബ്രി മറ്റേ എവിക്റ്റ് ആയതിനു ശേഷം ഫോൺ വിളിച്ചിരുന്നു. അപ്പം ഞാൻ ആ മച്ചാനോട് സംസാരിച്ചപ്പം ഭയങ്കര രസമാണ് പുള്ളിയോട് സംസാരിക്കാൻ. ഭയങ്കര ജെന്യുവനായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എനിക്ക് ജെന്യുവൻ ആണ് എന്നുള്ള തോന്നലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പോ അറ്റാച്ച്മെൻറ്റോ ഒക്കെ ഉണ്ടായിക്കോട്ടെ. ഇനി അതുമായി ബന്ധപ്പെട്ട് ജഡ്ജ് ചെയ്ത ആളുകൾ ജാസ്മിനെ നെഗറ്റീവ് ആക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗബ്രി ഇവിടെ കാണിച്ച വളരെ സ്മാർട്ടായിട്ടുള്ള ഹ്യൂമാനിറ്റേറിയൻ ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ട്. പുറത്തിറങ്ങിയിട്ട് വളരെ മര്യാദയ്ക്ക് ആ ഒരു നെഗറ്റീവുകളെ ഹാൻഡിൽ ചെയ്തു. ജാസ്മിനെ കുറിച്ചിട്ട് വളരെ സപ്പോർട്ടീവായിട്ട് സംസാരിച്ചു, എല്ലായിടത്തും വളരെ പോസിറ്റീവായിട്ട് സംസാരിച്ചു. പുറത്തിറങ്ങിയിട്ട് അതെൻ്റെ ഗെയിമാണ്, ഞാൻ അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് എസ്കേപ്പ് ആവാനായിട്ട് ശ്രമിച്ചില്ല. അതൊക്കെ ഗബ്രിയുടെ ഒരു ക്വാളിറ്റിയെ നമുക്ക് കാട്ടിത്തരുന്നുണ്ട്. റീ എൻട്രികൾ കാര്യമായിട്ടുള്ളത് കൊണ്ട് പ്രേക്ഷകർക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഇവരെയൊക്കെ നമ്മൾ പറഞ്ഞു വിട്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും. ജാൻമണിയുടെയും ഋഷിയുടെയും ഒരു സൗന്ദര്യ പിണക്കം അവിടെയുണ്ട്. ഋഷിയെ ഓവറായിട്ട് ജാൻമണി കെയർ ചെയ്യുന്നത് ഋഷിക്ക് ഇഷ്ടമില്ല. വെള്ളം കുടിക്കുന്നത് കുപ്പിയിലാക്കണമെന്നൊക്കെ ജാൻമണി ഋഷിയോട് പറഞ്ഞു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊക്കെയാണ് അവിടെ. ഋഷിക്കാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനെയും മനസ്സിലായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു പ്രത്യേക സ്വഭാവം കൂടി വന്നിട്ടുണ്ട്. ഋഷി ഏതായാലും വീട്ടിലേക്ക് എന്ന് ചെയ്യുമ്പോൾ അമ്മച്ചി ചവിട്ടി പുറത്താക്കാതിരുന്നു കഴിഞ്ഞാൽ ഋഷിയുടെ നല്ലത്. എന്തൊക്കെയാണെങ്കിലും, വിഷമാണെങ്കിലും സന്തോഷമാണെങ്കിലും പിണക്കമാണെങ്കിലും എന്താണെങ്കിലും അന്തരീക്ഷ മലിനീകരണം എന്ന് പറയുന്നത് ജാൻമണിയുടെ മെയിനാണ്. അപ്പം തന്നെ സിഗരറ്റ് വലിക്കാൻ വേണ്ടി പോകും. പാവൻ ജിൻഡോയുടെ സിഗരറ്റ് കൗണ്ട് കൂടുകയും ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു. ജാൻമണി പോയത് പിന്നെ ജിൻഡോ അത്രയധികം അവിടെ സ്പെൻഡ് ചെയ്യുന്നത് കാണാനുണ്ടായിരുന്നില്ല. സീസണിൻ്റെ അവസാന ദിനങ്ങളിലേക്കൊക്കെ ആവുന്ന സമയത്ത് അർജുൻ ശ്രീതു കോംബോ ശരിക്കും വിസിബിളി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്, നല്ല രസമുണ്ട്. അങ്ങനെ പോട്ടെ, അമ്മച്ചി കുറച്ച് തീ തിന്നട്ടെ. ഞാൻ അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്. അവർ പ്രേമിക്കുകയോ കല്യാണം കഴിക്കുകയൊക്കെ ചെയ്യട്ടെ, എന്നിട്ട് നമ്മളെയൊക്കെ പോലെ തന്നെ പ്രാരാബ്ദങ്ങൾ ചുമക്കട്ടെ, EMI ഒക്കെ അടയ്ക്കട്ടെ. ഇങ്ങനെയൊക്കെ ചിന്തിച്ചൂടെ, വളരെ പോസിറ്റീവായിട്ട് ചിന്തിച്ചൂടെ. അല്ലാതെ അത് കാണുമ്പോഴത്തേന് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നേ, അയ്യോ ഞങ്ങൾ പറ്റിക്കപ്പെടുന്നേ എന്നൊക്കെ പറഞ്ഞ് കരേണ്ട ആവശ്യമുണ്ടോ? രണ്ടുപേര് ചേർന്നിരുന്ന് കഴിഞ്ഞാൽ ആരെയാണ് പേടിക്കണത്? നാട്ടുകാർ ഇന്ന ആൾക്ക് വോട്ട് കുറയും എന്നുള്ള പേടിയാണോ, അല്ലെങ്കിൽ അതിലൊരാൾക്ക് വോട്ട് കുറയുമെന്നുള്ള പേടിയാണോ? അതൊക്കെ അവരുടെ പേഴ്സണൽ പ്രശ്നമാണ്, അവരുടെ ഗെയിമാണ്. അപ്പോൾ അത് കുറയോ കൂടുമോ എന്നൊക്കെ അവരാലോചിച്ച് അത് കളിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ഗെയിം. അതിനുവേണ്ടിയാണ് അവിടെ ഒരു കപ്പും പ്രൈസ് മണിയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. നാട്ടുകാർ എന്തിനാണ് ചുമ്മാ അനാവശ്യമായിട്ട് ടെൻഷൻ അടിക്കുന്നത്? ജാസ്മിനും ജിൻഡോയും കൂടെ ആര് കപ്പടിക്കും എന്നുള്ള ഒരു ആലോചനയിലാണ്. ജാസ്മിൻ ഇന്നത്തെ ദിനം അല്ലെങ്കിൽ ഈ ദിനങ്ങളിൽ ഒരിക്കലും കപ്പ് നേടുമെന്നുള്ള ഒരു പ്രതീക്ഷയൊന്നും പങ്കുവച്ചിട്ടില്ല. താൻ ടോപ്പ് 5-ൽ വന്നത് തന്നെ വലിയ കാര്യമെന്നൊക്കെ ജാസ്മിൻ ചിന്തിക്കുന്നുണ്ട്. നല്ല ഹെയ്റ്റ് ഉണ്ട് എന്നുള്ളത് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് ജിൻഡോയോട് പറയുന്നില്ല. ജിൻഡോ ആണെന്നുണ്ടെങ്കിൽ കപ്പ് കിട്ടുമെന്നുള്ള ഒരു കോൺഫിഡൻസിലാണ് ഇരിക്കുന്നത്. ജിൻഡോ ഇപ്പോൾ പുറത്തിറങ്ങുമ്പോഴത്തേന് നല്ല ഒരു മിടുക്കനായിട്ട് ആളുകൾ ആരാധിക്കുന്ന രീതിയിൽ ഇറങ്ങേണ്ടത് കൊണ്ടായിരിക്കാം ജാസ്മിനോടൊരു ജാതി അഭിനയം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് ദേഷ്യമുണ്ടോ അങ്ങനെയൊക്കെ പറയാവോ? ദേഷ്യമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് താൻ എന്തോ ദേഷ്യപ്പെടാനായിട്ട് ചെയ്തു എന്നുള്ളൊരു തോന്നലല്ലേ പ്രേക്ഷകരിലേക്ക് വരിക. താൻ ദേഷ്യപ്പെടാനായിട്ട് തെറ്റായിട്ടുള്ള ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ താൻ എന്തിനാണ് ദേഷ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കണത്? ജാസ്മിൻ എപ്പോഴേ ഗബ്രിയുടെ ആ ഒരു കേസ് അവിടേക്ക് എടുത്തിരുന്നുണ്ട്. അതൊരു ഗെയിം ആക്കിയ സമയത്താണ് ജാസ്മിന് ദേഷ്യം വന്നത്. അപ്പോൾ അതൊരു ഗെയിമാണ് എന്ന് ജിൻഡോ തിരിച്ചും പറയുന്നുണ്ട്. ഇതിനു മുൻപ് പൂജ ഹൗസിലേക്ക് വരുന്നുണ്ട്. ഒരു പെട്ടി അവിടെ കൊണ്ടുപോയി വെച്ച് ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെ ഒന്ന് പറ്റിച്ചു. പെട്ടിക്കകത്ത് ആരും ഉണ്ടായിരുന്നില്ല. സ്റ്റോർ റൂം വഴിയാണ് പൂജ വന്നത്. പൂജ ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് അറിയാലോ, ഞാൻ പഠിപ്പിച്ചിട്ടുള്ള കുട്ടിയാണ്. എനിക്ക് കണ്ടപ്പം തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് വന്നിരിക്കുകയാണ് കുട്ടിപ്പിശാച്ച്. ആ സിബിൻ്റെ കൂടെയുള്ള ഇൻ്റർവ്യൂ പരിപാടികൾ കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള പൊളിഞ്ഞു.
അമ്മാതിരി കുത്തിത്തിരിപ്പിന് നേതൃത്വം കൊടുത്തതുപോലെ പൂജയുടെ കാര്യത്തിൽ എനിക്ക് തോന്നി. എന്തിനാണ് ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള ഹെയ്റ്റ് പ്രചാരണങ്ങളൊക്കെ? ഈ പറയുന്ന സിബിനോടും ഞാൻ പേഴ്സണലി ഇവരൊക്കെ ഇങ്ങോട്ട് വിളിച്ചാണ് സംസാരിച്ചിട്ടുണ്ട്. അപ്പം സിബിൻ അന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്ക് അത്രയധികം കൺവിൻസ് ചെയ്യാണ്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല. അപ്പം ഇതെല്ലാം അവരുടെ ഒരു ഗെയിമാണ്. എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് സിബിൻ അന്ന് എന്നോട് പറഞ്ഞ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സിബിനെ ഭ്രാന്തനായിട്ട് ആളുകൾ ചിത്രീകരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനെതിരെ ആ ഒരു സൈബർ അറ്റാക്കിനൊക്കെ എതിരെയാണ് സിബിൻ പ്രതികരിക്കുന്നത് എന്നൊക്കെയാണ് പറഞ്ഞത്. എന്നിട്ട് സിബിൻ പുറത്തിറങ്ങിയിട്ട് എന്താണ് ചെയ്യുന്നത്? ബാക്കിയുള്ള ആളുകൾക്കെതിരെ സൈബർ അറ്റാക്ക് ഉണ്ടാക്കുന്ന തരത്തിലേക്കുള്ള സംഭവങ്ങളൊക്കെ അടിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരൊക്കെ എന്താ ഉദ്ദേശിക്കുന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. സിബിനോട് അന്ന് 1 മണിക്കൂർ സംസാരിച്ച ആ ഒരു സാധനം സിബിൻ പറഞ്ഞിട്ട് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാനത് വീഡിയോ ആയിട്ട് ഇട്ടില്ല. കാരണം അതിനകത്ത് സിബിൻ പറയുന്ന ആദ്യത്തെ ഭാഗങ്ങളിൽ സിബിൻ അത്ര നല്ലതിനായിരിക്കില്ല ഞാനത് ചെയ്തു കഴിഞ്ഞാൽ. ഇതിനുശേഷം ശ്രീരേഖ ഒരു കോമിക് ക്യാരക്ടറിൻ്റെ വേഷമൊക്കെ കെട്ടി ഹൗസിലേക്ക് വരികയാണ്. എല്ലാ ആൾക്കാരും റസ്മിനാണെന്ന് തെറ്റിദ്ധരിച്ചു. കുറേ ദിവസങ്ങൾക്ക് ശേഷം ശ്രീരേഖ ഹൗസിൽ കാണുമ്പോൾ എന്തോ ഒരു ഭംഗി കുറച്ചും കൂടെ കൂടിയതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി. ആ ഒരു ടാസ്ക് ലെറ്റർ വായിക്കുന്നതിൻ്റെയൊക്കെ ഒരു അഴകുണ്ടല്ലോ, നല്ല രസമാണ്. ആ ഒരു മലയാളമൊക്കെ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ഹൗസിൽ നിന്ന് കേൾക്കുകയാണല്ലോ. ദന്താരോഗ്യത്തിലും അർജുൻ ശ്രീതു കോംബോ തന്നെയാണ് മുന്നിൽ. KP നമ്പൂതിരിസിന്റെ ഗിഫ്റ്റ് ശ്രീതുവിന് ലഭിക്കുകയാണ്. ഇവർ പരസ്പരം ഭയങ്കര സപ്പോർട്ടാണ്. വൈകിട്ട് എല്ലാവരും ശ്രദ്ധിക്കപ്പെട്ട പ്രൊമോയിലൊക്കെ നമ്മൾ കണ്ട ഒരു ഫാൻസി ഡ്രസ്സ് മത്സരം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് പഴയ ആൾക്കാരെ അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ ആയിട്ട് വന്നത് ഋഷിയായിരുന്നു. രസമുണ്ടായിരുന്നു. മേക്കപ്പും കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു. ജാൻമണിയാണ് എല്ലാ ആൾക്കാരെയും ഒരുക്കിയത്. അർജുൻ ശരിക്കും ജോക്കറിനെയാണ് ഉദ്ദേശിച്ചത്. ശരിക്കും ജോക്കറായി. മറ്റേ ജോക്കർ മൂവിക്കകത്ത ജോക്കറല്ല, ശരിക്കും ജോക്കറായി. ആളുകൾ ചിരിച്ചുല്ലസിക്കുകയായിരുന്നു. അതിനേക്കാളും കോമഡി ആയിട്ട് എനിക്ക് തോന്നിയത് അഭിഷേകിൻ്റെ വോൾവറീനാണ്. അപ്പോൾ അഭിഷേക് വോൾവറീൻ എന്നൊക്കെ പറഞ്ഞു ഒരു കുട്ടിത്തേവാങ്ങനെ പോലെ ഓടി പറന്നു വന്ന് എന്തൊക്കെയോ കാണിച്ചിട്ട് പോയി. അത് ഭയങ്കര വിറ്റായിരുന്നു. ജാസ്മിൻ രവി വർമ്മ പെയിന്റിങ്ങിൽ ഒരാളെ പോലെ അണിഞ്ഞൊരുങ്ങി വരികയായിരുന്നു. രസമുണ്ടായിരുന്നു. ജാസ്മിനാണ് ഫസ്റ്റ് കൊടുത്തത്. ജാസ്മിന് ഇപ്പം ഒരുങ്ങി വരാനായിട്ട് അത്രമാത്രം ടാസ്ക് ആണോ? ബാക്കിയുള്ള ആളുകളെല്ലാം മേക്ക് ഓവർ ചെയ്തിട്ട് എടുക്കുമ്പം ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ ഏതായാലും ജാസ്മിനാണ് കിട്ടിയത്. രസമുണ്ടായിരുന്നു, കാണാൻ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു ആ ഒരു മേക്കപ്പും കാര്യങ്ങളൊക്കെ. ഫുള്ള് ക്രെഡിറ്റ് നമ്മൾ ജാൻമണിക്കാണ് കൊടുക്കേണ്ടത്. പിന്നെ ജാസ്മിൻ്റെ മുഖത്ത് ചില എക്സ്പ്രഷൻസ് ഒക്കെ നല്ല രീതിയിൽ വരും. ശ്രീതു അമ്മേനെ വീണ്ടും തീറ്റിക്കാൻ വേണ്ടി ഹാർലി ക്വീനായിട്ട് വരികയാണ്. ഗംഭീരമായിട്ടുള്ള ചില സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജിൻഡോ ഫ്രഷ് മിസ്റ്റർ പോഞ്ഞിക്കര. ജിൻഡോയെ സൈഡാക്കി. ജിൻഡോ വ്യത്യസ്തമായിട്ടുള്ള ലംഘോട്ടിയൊക്കെ കെട്ടിയിട്ടാണ് ഇവിടെ ഹൗസിലേക്ക് വന്നത്. പണ്ട് ബോഡി ഷോ കാണിക്കാനായിട്ട് പറ്റത്തില്ല, അതിനുള്ള വസ്ത്രങ്ങൾ തനിക്കില്ല എന്നൊക്കെ പറഞ്ഞ് യമുന റാണിയുടെ അടുത്ത് വലിയ വിഷയം ഉണ്ടാക്കിയ ആളാണ് ജിൻഡോ. ഇന്ന് ബോഡി ഷോ കാണിക്കാൻ വേണ്ടി ഒരു കൊച്ച് നിക്കർ പോലെയുള്ള വസ്ത്രമൊക്കെ ധരിച്ച് വന്നപ്പോൾ പുള്ളിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അന്ന് അതെന്തൊരു ചീപ്പ് ഗെയിമായിരുന്നു ഡേ. അയ്യേ, എന്നോട് ബോഡി ഷോ കാണിക്കാൻ പറഞ്ഞു, തുണി ഊരാൻ പറഞ്ഞെന്നൊക്കെയാണ് ജിൻഡോ പറഞ്ഞത്. ഈ തരത്തിലുള്ള ക്വാളിറ്റി ഗെയിമൊക്കെ ആൾക്കാർ ഓർത്ത് കഴിഞ്ഞാൽ അത് ഓർക്കുന്ന ആൾക്കാർ ജിൻഡോയ്ക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനുശേഷം കണ്ടസ്റ്റൻസ് ഇതുവരെ കളിച്ച മികച്ച ടാസ്കുകൾ കോർത്തിണക്കിയ ഒരു വീഡിയോ അവിടെ പ്ലേ ചെയ്തിരുന്നു. നല്ല രസമുള്ള വീഡിയോ ആണ്. ബിഗ് ബോസിൻ്റെ എഡിറ്റേഴ്സിൻ്റെ എഡിറ്റിംഗ് നമുക്കറിയാമല്ലോ, നല്ല രസമാണ്. അവർ എഡിറ്റ് ചെയ്തിട്ടാണ് ഓരോന്നൊക്കെ ഉണ്ടാക്കുന്നത്. പ്രൊമോയിൽ നമുക്ക് എന്തൊക്കെ പ്രതീക്ഷകളാണ് കിട്ടുന്നത്, എപ്പിസോഡിൽ വേറെ സംഭവമായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. ശരിക്കും ആ ഒരു പ്രൊമോ എഡിറ്ററാണ് ബിഗ് ബോസിനെ ഇങ്ങനെ കയറ്റി നിർത്തുന്നത്, അല്ലെങ്കിൽ ആൾക്കാർ കാണില്ല. എപ്പിസോഡിൻ്റെ അവസാനം പൂജ ജാസ്മിനോട് പുറത്ത് പോയിട്ട് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ചോദിക്കുകയാണ്. വലിയ ക്യൂരിയോസിറ്റിയാണ് ജാസ്മിൻ്റെ കാര്യത്തിൽ ആൾക്കാർക്ക്, എന്താണ് പുറത്ത് പോയിട്ട് ചെയ്യുന്നത് എന്നൊക്കെ അറിയാനായിട്ട്. ഗബ്രിയെ വിളിക്കും, ഗബ്രി ഏതായാലും വരും, വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളത് പൂജ പറയുന്നുണ്ട്. വീട്ടുകാരോട് സംസാരിക്കും, അവർ പറയുന്നത് മുഴുവൻ കേൾക്കും, തിരിച്ചൊന്നും പറയേണ്ടതില്ലല്ലോ എന്നുള്ളതാണ് ജാസ്മിന്. പിന്നെ ആൾക്കാർ മറ്റേ തീപ്പന്തവും തീവെട്ടിയൊക്കെ ആയിട്ട് പുറത്ത് നിൽപ്പുണ്ട് എന്നുള്ള ബോധമുണ്ട് എന്ന് ജാസ്മിൻ പറയുന്നു. ഇപ്പോൾ ഒരു വ്യക്തിയായിട്ട് അംഗീകരിച്ചിട്ടുണ്ടാവും എന്നൊക്കെ പറയുന്നു. പുറത്തുനിന്ന് വരുന്ന ആൾക്കാരുടെ ആ ഒരു പെരുമാറ്റത്തിൽ കൂടെയൊക്കെ ഇവർക്ക് ആ ഒരു ഗെയിമൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാവും. ഇപ്പോൾ ജാൻമണി യമുനയൊക്കെ ഒരു തരത്തിലുള്ള സഹതാപമാണ് ജാസ്മിൻ്റെ അടുത്ത് പ്രകടിപ്പിച്ചത്. അതൊക്കെ കറക്റ്റായിട്ട് അവർക്ക് മനസ്സിലാവുമായിരിക്കും. അറിയില്ല, നമുക്കറിയില്ലല്ലോ ഹൗസിനകത്തെ കാര്യങ്ങൾ. നമുക്കിങ്ങനെ ഗ്യാലറിയിൽ ഇരുന്ന് കഥ പറയുന്ന പരിപാടിയിൽ ഇഷ്ടമുള്ളൂ. ഗ്യാലറിയിൽ നിന്ന് കഥ പറയുന്നതാണ് നല്ലത്. കഴിഞ്ഞ ദിവസമൊക്കെ ആൾക്കാർ താൻ പോയി സീസൺ 7 പോയിട്ട് കളിക്കാനൊക്കെ പറഞ്ഞു. എനിക്കെന്ത്, ഞാൻ പറഞ്ഞാൽ വല്ലതും കൂടിപ്പോകും. നാട്ടുകാരുടെ അടുത്ത് ഷോ കാണിച്ച് തെളിയിക്കേണ്ട ആവശ്യം തന്നെ. ഈ ബിഗ് ബോസിലേക്ക് പോകേണ്ട ആൾക്കാർ ആരൊക്കെയാണെന്നറിയോ? വല്ല സിനിമ സീരിയൽ രംഗത്തൊക്കെ ശോഭിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ, ഫെയിം ആഗ്രഹിക്കുന്ന ആൾക്കാർ, അറ്റ്ലീസ്റ്റ് ഉദ്ഘാടനം ചെയ്യാനെങ്കിലും താല്പര്യമുള്ള ആൾക്കാരൊക്കെ ബിഗ് ബോസിൽ പോയിട്ടേ കാര്യമുള്ളൂ. എന്നെപ്പോലെ ഇങ്ങനെ സൈഡായിട്ട് ഒതുങ്ങി പോകുന്ന ആൾക്കാരൊക്കെ ബിഗ് ബോസിൽ പോയിട്ട് എന്ത് കിട്ടാനാണ്? ഇനിയിപ്പോൾ ഞാൻ അവിടെ പോയിട്ട് ബിഗ് ബോസിലെ വാഴകളൊക്കെ പോലെ തന്നെ അവസാനം വരെ നിന്നെന്ന് പറഞ്ഞാലും
അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാവില്ല, നാട്ടുകാരുടെ തെറി കേൾക്കാന്നുള്ളതേ ഉള്ളൂ. പുറത്തിറങ്ങിയിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റിയെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ വെറും വേസ്റ്റാണ്. ആക്ടിങ് കരിയർ നോക്കുന്നില്ല, അതേപോലെ തന്നെ മോഡലിങ് നോക്കുന്നില്ല, മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് പോകാൻ ആഗ്രഹമില്ല, മീഡിയ ഫീൽഡിൽ ഇങ്ങനെ ആൾ കൂടുന്നിടത്ത് പോകാൻ ആഗ്രഹമില്ല. അങ്ങനെ ഇല്ലാത്ത ആൾക്കാരോട് എന്തിനാണ് ബിഗ് ബോസിലേക്ക് പോകാൻ പറയണത്? നമുക്കിങ്ങനെ നൈസായിട്ട് കൈ നനയാതെ മീൻ പിടിച്ച് പോകണമാണ് താല്പര്യം. ഇത് സേഫാണ്. ഈ ഒതുങ്ങി പോകുന്നതിൻ്റെ ഒരു സുഖം എല്ലാ ആളുകൾക്കും അങ്ങോട്ട് ഇഷ്ടമില്ല. ഒതുങ്ങി പോകുന്നതിൻ്റെ ഒരു സുഖം ചില ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിങ്ങനെ സൈഡിൽ കൂടെ പോവുക, ഒരു സാധാരണ രീതിയിൽ അങ്ങോട്ട് പോവുക. അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേന് എന്താണ്, നമുക്കൊരു സാധാരണക്കാരൻ്റെ റിക്വയർമെൻ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ, സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവത്തുള്ളൂ. നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടും. പിന്നെ നമ്മുടെ ഫാമിലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ മീഡിയ ഫീൽഡിലൊന്നും നിൽക്കുന്ന ആൾക്കാരല്ലല്ലോ, അവരും വേറെ ജോലിയൊക്കെ ചെയ്ത് വലിയ കുഴപ്പമില്ലാതെ പോകുന്ന ആൾക്കാരാണ്. അവരെയും ഇതിനകത്തോട്ട് വലിച്ച് ഇറക്കിയിട്ട് എന്തിനാണ് വെറുതെ നമ്മളെ കൊണ്ട് പറ്റണത്, കൂട്ടിയാൽ കൂടണത് പിടിക്കണതാണ് നല്ലത്. അതുകൊണ്ടാണ് കേട്ടോ, അല്ലാതെ നാട്ടുകാരുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എന്നോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എനിക്കൊരു നാണവമാനമില്ല. ഞാൻ അവിടെ പോയി പങ്കെടുക്കാതെ തന്നെ ഈ ഒരു ഗെയിമിനെ കുറിച്ചിട്ട് ഇങ്ങനെ പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ വിമർശിക്കും. അത് ഒരു TV ഷോയാണ്, വിമർശിക്കാനായിട്ടുള്ള റൈറ്റ് എല്ലാ ആളുകൾക്കുണ്ട്, റിവ്യൂ ചെയ്യാനായിട്ടുള്ള റൈറ്റ് എല്ലാ ആളുകൾക്കുണ്ട്. അല്ലാതെ അതിനകത്ത് കയറി നിന്നിട്ട് റിവ്യൂ ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ നടക്കുന്ന പരിപാടിയൊന്നുമില്ല. അങ്ങനെയുള്ള ശ്രമങ്ങളൊക്കെ മറ്റേ സീക്രട്ട് ഏജൻ്റൊക്കെ നടത്തി. എന്ത് കഷ്ടമായി പോയത്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.